മീൻ ഉണ്ടല്ലേ കുറേ. പപ്പ മീൻ വാങ്ങിയല്ലേ ഇവിടുത്തെ ഹോം ടൂർ ഫുള്ള് ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ ഈ വീടിൻ്റെ ഫുൾ ഹോം ടൂർ കാണിച്ചു തരാം. ആ ഒരു വീഡിയോസാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് യൂട്യൂബിൽ. ഇവിടുത്തെ ഫുൾ ഹോം ടൂറാണ്. ഇപ്പം ഒന്ന് ഫ്രീ ആയുള്ളൂ, എന്നിട്ട് കുറച്ച് ഒതുക്കാനും ആക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. ഹസ്ബൻഡ് പുറത്ത് പോയി, ഓഫീസിൽ പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ ഹോം ടൂർ ചെയ്യാമെന്ന് ചോദിച്ചു റൂമിൻ്റെ. ഇതെന്തോന്നാല് മണത്തിന് എന്തോ തോന്നുന്നു, എനിക്ക് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഹസ്ബൻഡ് വളർത്തുന്ന മീനാണ്. മോളെ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞു. അവള് ഇക്ക പോകുമ്പോൾ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ ഞങ്ങൾക്ക് ഇക്ക മോൾക്ക് കൊടുത്തതാ. ഇന്നലെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, പിസ്ത കുനാഫയുടെ. അത് കഴിഞ്ഞു. പിന്നെ ഇത് നിൽക്കും ഹസ്ബൻഡ്. ഈ ടീ വർക്ക് ചെയ്യും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓണാക്കിയാൽ ചാനലും കാര്യമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഇതിലൊക്കെ കൂടുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് ഒതുക്കി ഒക്കെ വെച്ച്. പിന്നെ അവിടത്തേക്ക് കൊടുക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരാളെ എടുത്ത്. പിന്നെ എന്താ പുറത്ത് വിശേഷം കാണിച്ചു തരാം. പുറത്തെ വ്യൂ ഇതാട്ടോ. ഇവിടെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. നല്ല ഈത്തപ്പഴം കഴിച്ചു, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റൂല. ഇപ്പം ഇവിടെ തണുപ്പും കാര്യമായി. പക്ഷേ ഉണ്ടാ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കറിയില്ല. എന്താ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇന്നലെ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചതും പിന്നെ ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ സാധന ഐറ്റംസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പലരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അതൊക്കെ ഞാൻ ഒഴിവാക്കി, നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഹോം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഭാഗം അവിടെയാണ്. ഇതൊരു വീട് പോലെയാണ്. എന്താ ഇതെന്തോ ഒരു കായതോ. ഇത് നമുക്ക് ഇപ്പോൾ എന്താ സംഭവം എനിക്കാക്കും എല്ലാം അറിയില്ല. ഇത് പക്ഷെ ഇത് വലിപ്പം വെച്ചിട്ടുണ്ട്, കവറിൽ കെട്ടിയാണ്ട. വേണ്ട കൊണ്ട ഇങ്ങോട്ടോ. ഇത് കിച്ചൺ പുറത്താണ് കേട്ടോ. കിച്ചൺ നമ്മൾ പണിയൊന്നും തുടങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഒന്ന് ക്ലീനാക്കി ഫുൾ നീറ്റാക്കി. ഞാൻ ആദ്യം ഗൾഫിൽ നിന്ന സമയത്ത് സ്റ്റുഡിയോ റൂമായിരുന്നു എല്ലാം സെറ്റ് ചെയ്ത് ഒരുമിച്ചിരുന്നത്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നല്ല ബെറ്ററാണ്. മോളുണ്ട്, അന്ന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം പിന്നെ ആ മോളില്ല, കൊറോണ ടൈമിലായിരുന്നു. പക്ഷെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ റൂം നല്ല ബെറ്ററാണ് തോന്നുന്നുണ്ട്. ഈ ഒരു വീട് ചെറുതാണെങ്കിലും നമുക്ക് എല്ലാ സൗകര്യം പുറത്ത്. എനിക്കിഷ്ടം അങ്ങനെ കിച്ചൺ പുറത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഗെറ്റില് വെള്ളതാക്കാൻ, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് തുടക്കെ കഴിഞ്ഞ് അടിച്ചോറിൽ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസാണ് ഇരിക്കുന്നത്. പല ഐറ്റംസും ഉണ്ട്. പിന്നെ ഇക്ക അരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വന്ന് മോള് ആദ്യമായിട്ട് വരുന്നത്, ഞാൻ രണ്ടാമത്തെ വട്ടം വരുന്നതാണ്. ഇതിനോ തുറക്കാൻ പറ്റുന്ന തോന്നി പറ്റുന്ന കേട്ടോ, അറിയില്ല. ഭയങ്കര പൂവാണ്. എൻ്റെ ഹസ്ബൻഡ് ഒട്ടിച്ചാട്ടാ, ഇക്ക വാങ്ങി അത്രത്. സമയത്തെല്ലാം ഇഷ്ടമായി. ഇങ്ങനെ ഒട്ടിച്ച് വെക്കാതൊരു പ്രത്യേക രസമല്ലേ.
ഇത് ഈ രണ്ടാമത്തെ ഇക്കൊക്കെ കൊടുക്കാനുള്ളത് കേട്ടോ. ഇത് അവർ വേറെ പാക്കിങ് ആക്കിയത്. ഇത് അവർ മോളാക്കിയ ഗിഫ്റ്റാണ്. അത് സർപ്രൈസായി കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. പിന്നെ കുറച്ച് വീട്ടിൽ നിന്ന് ഉള്ള ഐറ്റംസുകളാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂത്തത്തെ ആൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആളും അതൊക്കെ ഉണ്ട്. പിന്നെ ഈ മുളക് പൊടി മസാലപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ വെളിച്ചെണ്ണാക്കാൻ പറ്റിയ ഉപ്പി, പിന്നെ മസാല ഇടാൻ പറ്റിയ ബോട്ടിൽ, ചിക്കൻ കോഴിയുടെ, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. വലിയ ഐറ്റംസ് ആയിട്ട് ഓരോന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ.